BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. CPM വിട്ട ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പിന്തുണയ്ക്കുന്നതിൽ കോൺഗ്രസിൽ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. അമ്പലപ്പുഴയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമടക്കം വിലയിരുത്തും. സ്ഥിതിഗതികൾ വിലയിരുത്തിയും സുധാകരന്റെ നീക്കവും നോക്കിക്കൊണ്ടായിരിക്കും അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജി സുധാകരനെ പിന്തുണയ്ക്കുന്നതിൽ കോൺഗ്രസ് അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം അമ്പലപ്പുഴയിൽ UDF ഇതുവരെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. സാധ്യതാ പട്ടികയിലടക്കം അമ്പലപ്പുഴയിൽ ആര് മത്സരിക്കുമെന്ന തീരുമാനമായിട്ടില്ല. ഇതും ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നവയാണ്. ഇന്ന് വിളിച്ചു ചേർത്ത നിർണായക വാർത്താ സമ്മേളനത്തിലാണ് ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. തന്നെക്കുറിച്ച് വിവിധ വാർത്തകൾ പുറത്തുവരുന്നുവെന്നും താൻ മത്സരിക്കുമെന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. ഒരു പ്രതിപക്ഷ പാർട്ടിയുമായും സംസാരിച്ചിട്ടില്ല. UDF സ്ഥാനാർത്ഥിയാകുന്നുവെന്നും ആരോടും പറഞ്ഞിട്ടില്ല. MA ബേബി ഇന്നലെ വീട്ടിലെത്തി കണ്ടിരുന്നുവെന്നും ഇപ്പോൾ നടക്കുന്നതെല്ലാം വെറും പ്രചാരണങ്ങൾ മാത്രമാണെന്നും ജി സുധാകരൻ വാർത്താ സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയെങ്കിലും ഏറ്റവും ഒടുവിലായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം പാരമ്പര്യം മാധ്യമങ്ങൾക്ക് വിശദീകരിച്ച ജി സുധാകരൻ ആരും നിർബന്ധിച്ചിട്ടല്ല താൻ പാർട്ടിയിൽ ചേർന്നതെന്നും കൂട്ടിച്ചേർത്തിരുന്നു. മൂന്നാം പിണറായി സർക്കാർ വരും എന്നല്ല, പിണറായി മുഖ്യമന്ത്രിയായാൽ സന്തോഷമെന്നും ജി സുധാകരൻ പ്രതികരിച്ചു. പാർട്ടിക്കെതിരെയും നേതാക്കൾക്കെതിരെയും ഒന്നും പ്രതികരിക്കാതെയാണ് ജി സുധാകരൻ മത്സരരംഗത്തേക്ക് വരുന്നതെന്നാണ് ശ്രദ്ധേയം. ഇനിയും അനുനയ നീക്കത്തിനുള്ള സാധ്യതയും ഇതിലൂടെ തള്ളിക്കളയാനാകില്ല. താൻ കാരണം ഇനി പാർട്ടിക്ക് തലവേദനയില്ലെന്നും പാർട്ടിയെ നന്നാക്കാൻ താൻ ആളല്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. പാർട്ടി വിട്ടാൽ സുധാകരൻ വെറും ഷൂ എന്ന MM മണിയുടെ പരാമർശത്തിലും സുധാകരൻ മറുപടി നൽകിയിട്ടുണ്ട്. MM മണി ഇടുക്കിയിലെ ഷൂ ആണെന്നാണ് സുധാകരൻ തിരിച്ചടിച്ചത്. അതേസമയം ജി സുധാകരൻ CPM വിട്ടുവന്നാൽ പിന്തുണ നൽകുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് A ഷുക്കൂർ നേരത്തെ മാധ്യമങ്ങളിലെ അറിയിച്ചിരുന്നു. UDF പിന്തുണ സ്വീകരിക്കുമെന്ന് സുധാകരൻ അറിയിച്ചാൽ ആ നിമിഷം മുതൽ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഷുക്കൂർ പറഞ്ഞു. മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ജി സുധാകരനോടൊപ്പം ഉണ്ടാകുമെന്നും സുധാകരൻ സ്ഥാനാർത്ഥിയായാൽ അമ്പലപ്പുഴയിൽ UDF ജയിക്കുമെന്നും അമ്പലപ്പുഴ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.